ത്രെഡ് ഇടയ്ക്കിടെ പൊട്ടിപ്പോകുന്നു. സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റിച്ച് പിടിക്കുന്നില്ല. റീസൺ എന്താണ്? താഴെയുള്ള വൈറ്റ് ത്രെഡ് മുകളിൽ കാണുന്നു. എങ്ങനെ സോൾവ് ചെയ്യും? വൈറ്റ് കളർ ത്രെഡ് മുകളിൽ വരുന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ ഞാൻ വായിച്ചേക്കുന്നതെല്ലാം എൻ്റെ വീഡിയോസിൻ്റെ താഴെ ചോദിച്ചിരിക്കുന്ന ഡൗട്ടുകളാണ് കേട്ടോ. അപ്പോൾ മെഷീൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലത്തെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരെയും ഇലാര ഫാഷൻ സ്കൂളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ഡൗട്ടുകളെല്ലാം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ത്രെഡ് പെട്ടെന്ന് പൊട്ടി പോകുന്നു, അതിന് കാരണം എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ഇപ്പോൾ ഈ ഒരു ത്രെഡ് നോക്കിക്കേ, ഇത് എളുപ്പം പൊട്ടിപ്പോകും. കണ്ടില്ലേ? കണ്ടോ? ഇങ്ങനെ എളുപ്പം പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി കുറഞ്ഞ ത്രെഡ്, ക്വാളിറ്റി കുറഞ്ഞതല്ലെങ്കിലും ഇത് ശരിക്കും വിസ്കസ് റയോൺ ത്രെഡാണ് കേട്ടോ. വിസ്കസ് റയോൺ സിൽക്ക് ത്രെഡാണ്. അപ്പോൾ ഈ റയോണിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പഴകിയാൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ത്രെഡൊക്കെ അങ്ങനെ പറ്റിയതാണ്. പിന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നത് അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് വരുന്നത് കുറച്ച് കാലം ഇരുന്നാൽ തന്നെ പെട്ടെന്ന് അത് ബ്രേക്കായി പോകും. ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് വാങ്ങിച്ച പെട്ടെന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പാകത്തിന് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ 2-3 വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള, നമ്മൾ ചിലപ്പോൾ ഭംഗി കണ്ടിട്ടൊക്കെ വാങ്ങിച്ച് വെക്കും അല്ലേ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോവും. പിന്നെ അതിനൊരു പരിഹാരം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ നല്ല വെയിലത്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് അത് സ്റ്റിഫായിക്കോളൂ കേട്ടോ. അപ്പം ത്രെഡ് ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് പോളിയസ്റ്റർ സിൽക്ക് ത്രെഡാണ് കേട്ടോ. പോളിസ്റ്റർ സിൽക്ക് ത്രെഡ്, ഇത് പോളിസ്റ്റർ സിൽക്ക് ത്രെഡാണ്. ഇത് സ്ട്രോങ് ആയിരിക്കും, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടില്ല. കണ്ടോ, ഞാൻ അത്ര ബലം പിടിച്ചിട്ടാണ് ഇത് വലിച്ചു പൊട്ടിച്ചേക്കുന്നത്. അപ്പോൾ പോളിയസ്റ്റർ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. വിസ്കസ് റയോൺ സിൽക്ക് ത്രെഡ് ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്മൂത്തായിരിക്കും. ഈ ഒരു ഇത് ഭയങ്കര സ്മൂത്ത്, അതിൻ്റെ ടെക്സ്ചറൊക്കെ ഭയങ്കര സ്മൂത്തായിരിക്കും. ഇത് കുറച്ച് കോഴ്സായിരിക്കും, അത്ര ഭയങ്കര സ്മൂത്തായിരിക്കില്ല. പിന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ പോളിസ്റ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ കളർ, ഇത് ഏതാണെങ്കിലും ആദ്യം കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം നിങ്ങൾ സൈഡിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ത്രെഡിൻ്റെ കളർ ഫെയ്ഡാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പോളിസ്റ്ററിനേക്കാളും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വിസ്കസിനായിരിക്കും, പിന്നെ അത് വിസ്കസ് റയോണിനായിരിക്കും ചിലപ്പം കളർ ഇങ്ങനെ ബ്ലീഡ് ആവാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ത്രെഡ് പെട്ടെന്ന് ബ്രേക്കായി പോകുന്നതിൻ്റെ ഒരു കാരണം ത്രെഡിൻ്റെ ക്വാളിറ്റിയാണ്. ത്രെഡ് പൊട്ടിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ത്രെഡിൻ്റെ ടെൻഷൻ ടൈറ്റ് ആവുന്നത് കൊണ്ടാണ്. അതായത് ഇതാണ് ടെൻഷൻ ഗൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചിങ്ങനെ ടൈറ്റ് ആവുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ ത്രെഡ് എന്ത് ചെയ്യും, മേലത്തേക്ക് വലിക്കും. അതായത് അടിയിലുള്ള ബോബിൻ കേസിനകത്ത് ഇട്ടേക്കുന്ന ത്രെഡ് മേലേക്ക് വലിക്കും, ഇല്ലെങ്കിൽ ത്രെഡ് പൊട്ടിപ്പോകും. ഈ രണ്ടിനും ആക്ച്വലി റീസൺ എന്ന് പറയുന്നത്, ഒരു റീസൺ ഈ ഒരു ടെൻഷൻ ഡിസ്ക് ടൈറ്റ് ആവുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് നമ്പർ കാണുന്നില്ല, 6, 7, 8, 9 എന്ന് കാണുന്നില്ലേ. ഈ ഒരു ഡിസ്ക് റൈറ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ടെൻഷൻ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അത് നേരെ ലെഫ്റ്റിലേക്കാണ് തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ ലൂസാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 8 ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വിസ്കസ് റയോൺ അല്ല യൂസ് ചെയ്തേക്കുന്ന ത്രെഡ്, അതുകൊണ്ട് മിക്കവാറും ഇത് പൊട്ടിപ്പോവായിരിക്കില്ല. കാരണം പോളിസ്റ്റർ സിൽക്ക് ത്രെഡ് കുറച്ച് കട്ടിയുള്ളതാണ്, അതങ്ങനെ എളുപ്പം പൊട്ടിപ്പോവില്ല. അങ്ങനെ ആകുമ്പോൾ ചിലപ്പം താഴ്ന്ന ത്രെഡ് മേലത്തേക്ക് വലിഞ്ഞു കയറി വരുമായിരിക്കും ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ടെന്നിലിട്ട് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഞാൻ ഉപയോഗിച്ചത് പോളിസ്റ്റർ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് ഇതെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോയില്ല. പകരം താഴെ നിന്നുള്ള, അതായത് ബോബിനകത്തുള്ള ത്രെഡിനെ വൈറ്റിന് മേലേക്ക് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കണ്ടില്ല, ഇവിടെയൊക്കെ വൈറ്റിന് മേലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മേലേക്ക് വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൈറ്റ് കളർ, അതും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഒരു ഡൗട്ടാണ് കേട്ടോ. താഴെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെന്നുള്ള വൈറ്റ് കളർ ത്രെഡ് മേലേക്ക് എടുക്കുന്ന റീസൺ ടെൻഷൻ ഡിസ്ക് ടൈറ്റ് ആയതാണ്. അത് ലൂസാക്കി കഴിഞ്ഞാൽ സ്റ്റിച്ച് നോർമൽ ആയിക്കോളും. ടെൻഷൻ ഡിസ്കിൽ നമ്മൾ ടെൻഷൻ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 6 or 5 വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്.
ഇത് കറക്റ്റായിരിക്കും, നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ടെൻഷൻ എപ്പോഴും ഒരു 6-5 വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് താഴ്ന്ന നൂല് വലിക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ പിന്നെ കുറച്ച് 2-യിലേക്കോ 4-യിലേക്കോ 3-യിലേക്കൊക്കെ നമ്മൾ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഈ സമയത്ത് ഇത് വല്ലാണ്ട് ലൂസായി പോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അടിഭാഗത്ത് വൈറ്റ് കളർ ത്രെഡ് തീരെ കാണുന്നില്ല, ചിലപ്പോൾ അങ്ങനെ വരും. ചില സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിയിലെ ഭാഗത്ത് ഫുൾ നമ്മൾ മേലെ ഇട്ട് അതേ കളർ തന്നെയായിരിക്കും, വൈറ്റ് കളർ തീരെ കാണുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ ടെൻഷൻ എന്ത് ചെയ്യണം, ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റെഡി ആയിക്കോളും. എന്താണെങ്കിലും താഴത്തെ സ്റ്റിച്ചിൻ്റെ നേരെ പകുതി ഭാഗം വൈറ്റ് എന്തായാലും കണ്ടിരിക്കണം കേട്ടോ. ഇതൊരു റയോൺ സിൽക്ക് ത്രെഡാണ് കേട്ടോ. അതായത് പോളിയസ്റ്റർ അല്ല, കോട്ടൺ ബ്ലെൻഡ് വരുന്ന റയോൺ, വിസ്കസ് റയോൺ സിൽക്ക് ത്രെഡാണ്. ഇതിട്ടിട്ട് ഞാനൊന്ന് ടെൻഷൻ ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സിൽക്ക് ത്രെഡ് ഇട്ടിട്ടുണ്ട്, വിസ്കസ് റയോൺ സിൽക്ക് ത്രെഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ടെൻഷൻ ടൈറ്റ് ചെയ്തിട്ട് ഒരു 9-ലാണ് വെച്ചേക്കുന്നത് കേട്ടോ, 9-ലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ത്രെഡ് ഇതാ പൊട്ടി. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഞാനിവിടെ ഒരു പോളിയസ്റ്റർ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത സമയത്ത് ഞാൻ എത്രത്തോളം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിയില്ല. ഇത് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഈ വിസ്കസ് ത്രെഡ് യൂസ് ചെയ്തപ്പോഴേക്കും ഇത് ഇവിടെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്കും ത്രെഡ് പൊട്ടി. ഇനി നമ്മളിത് അതേ ത്രെഡ് ഇട്ടിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്താലും കുറച്ച് കഴിയുമ്പോഴേക്കും പൊട്ടിപ്പോകും. അതിന് ഒരു കാരണം ത്രെഡിൻ്റെ ക്വാളിറ്റിയും, അതായത് ഏത് ടൈപ്പ് ത്രെഡാണ് എടുക്കുന്നതെന്നും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എത്രയിലാണ് ടെൻഷൻ എത്രയിലാണ് വെച്ചിരിക്കുന്നതെന്നുമാണ് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചിട്ട് നോക്കാം. ഞാനൊരു 3-ലാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ത്രെഡിൻ്റെ ടെൻഷൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് ക്വാളിറ്റി കുറവാണെങ്കിൽ ടെൻഷൻ കുറച്ചുകൂടെ ലൂസാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും അർജൻറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് ആ കളറിൻ്റെ അതേ ത്രെഡേ കിട്ടിയുള്ളൂ എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ അതായത് ടെൻഷൻ കുറച്ച് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ നമുക്ക് ഈ ത്രെഡ് പൊട്ടാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, എന്തുകൊണ്ടാണ് ത്രെഡ് വേഗം പൊട്ടിപ്പോകുന്നത്. അതിനൊരു കാരണം ത്രെഡിൻ്റെ ടെൻഷൻ ടൈറ്റ് ആകാം. വേറൊരു കാരണം ത്രെഡിൻ്റെ ക്വാളിറ്റി ലോ ക്വാളിറ്റി ആയിരിക്കാം. പിന്നെ വരുന്ന രണ്ടാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് വൈറ്റ് കളർ മേലേക്ക് എടുത്ത് കാണുന്നത്. അതാണിവിടെ. അതിന് കാരണം ടെൻഷൻ ടൈറ്റ് ആയത് തന്നെയാണ്. അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ, വേറൊരു കാരണമില്ല. ത്രെഡ് ടൈറ്റ് ആയത് മാത്രമാണ്. ത്രെഡ് ടെൻഷൻ ടൈറ്റ് ആയതാണ്. നിങ്ങൾ ടെൻഷൻ ഒരു ലൂസാക്കിയിട്ട് 4-ലോ ഇല്ലെങ്കിൽ 3-ലോ ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് വന്നിട്ടുള്ള വേറെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് സ്കിപ്പായി പോകുന്നു. അതായത് ഇടയിലിടയിൽ സ്റ്റിച്ച് പിടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം സ്റ്റിച്ചിൻ പിടിക്കായക എന്നുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നീഡിലാണ് പ്രശ്നം വരിക കേട്ടോ. നീഡിലിട്ടതൊന്നില്ലെങ്കിൽ കറക്റ്റായിരിക്കില്ല. മറ്റേ മെഷീൻ പോലെയല്ല, അതായത് നമ്മുടെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ പോലെയല്ല. എംബ്രോയ്ഡറി മെഷീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിലിടുന്നത് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ, അത് സ്ട്രൈറ്റ് അല്ലാണ്ട് ഒരു പൊടിക്ക് ചെരിഞ്ഞ്, ചിലപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവില്ല ഇത് ഇത്തിരി ചെരിഞ്ഞിട്ടായിരിക്കുന്നതെന്ന്. അത്രയും ഒരു പൊടിക്ക് ചെരിഞ്ഞാൽ കൂടെ സ്റ്റിച്ചിന് പ്രശ്നം വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ സ്റ്റിച്ചിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, നീഡിൽ സ്ട്രൈറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിത് ഊരിയിട്ട് ഒന്ന് സൈഡിലേക്ക് ആക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇത് കണ്ടാൽ മനസ്സിലാവും, ഒരു നുള്ള് സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് കേട്ടോ. അത്ര തന്നെ ചെരിഞ്ഞാൽ മതി, എന്നാൽ തന്നെ ആ സ്റ്റിച്ച് പിടിക്കില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പൊക്കെ വന്നതിന് കാരണം നീഡിൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്.
ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നീഡിലിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നൂല. ഓക്കെ, പക്ഷേ നീഡിൽ ചെരിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇടുന്ന സമയത്ത് പൊസിഷൻ കറക്റ്റ് അല്ലാണ്ട് ഇടുന്ന സമയത്ത് നമ്മളെ നേരെ വെച്ചിട്ടാണല്ലോ നമ്മൾ എങ്ങനെയാണെങ്കിലും നീഡിലിടുക. ആ സമയത്ത് ചെറിയൊരു ചരിവൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്കിപ്പായി പോകും. എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്കിപ്പായി പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നീഡിൽ ഊരുക, കറക്റ്റാക്കിയിട്ടിടുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കേട്ടോ. ത്രെഡ് മേലേക്ക് വരുന്നത്, അതുപോലെ തന്നെ ത്രെഡ് പൊട്ടിപ്പോകുന്നത്, പിന്നെ ഒന്ന് സ്റ്റിച്ച് സ്കിപ്പാവുന്നത്. ത്രെഡ് മേലേക്ക് വരുന്നത് പറഞ്ഞാൽ ബോബിൻ കേസിൽ ത്രെഡ് മേലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പൊതുവേ ഒരു മെഷീനിൽ വരുന്ന പ്രശ്നങ്ങൾ. ഇതൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മെഷീനിലെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതിൻ്റെ ടൈമിങ്, സ്റ്റിച്ചിൻ്റെ ടൈമിങ് തെറ്റിപ്പോകുമ്പോൾ മാത്രമാണ്. അതായത് നീഡിൽ പോയിട്ട് ഇടിച്ചിട്ട് ഷട്ടിൽ ലൂസായി, ഷട്ടിൽ ഇളകിപ്പോയി, പിന്നെ ടൈമിങ് തെറ്റിപ്പോകും, അങ്ങനത്തെ വലിയ കുറച്ച് കൂടിയ പ്രശ്നങ്ങൾക്ക് മാത്രമേ നമുക്കൊരു മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരുള്ളൂ. അല്ലാണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ വീട്ടിൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ളൂ. പിന്നെ വേറെ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത്, അതായത് ഞാൻ ഇടുന്ന വീഡിയോസിനുള്ള സ്റ്റിച്ച് ലെങ്ത്ത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞാനും എംബ്രോയ്ഡറി പഠിക്കുന്ന സമയത്ത് പല വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും അതേ ഡൗട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ കൈ കണ്ടില്ലേ എന്ത് വലുതാണെന്ന്, ഇത്ര വലുപ്പം ഇല്ല ആക്ച്വലി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നതിനെ കൊണ്ട് സ്റ്റിച്ച് ലെങ്ത്ത് വലുതായ പോലെ തോന്നുന്നതാണ്. ശരിക്കും അത്രയും വലുപ്പമില്ല. എല്ലാ മെഷീനിലും ഒരേ ലെങ്ത്ത് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മെസ്സേജ് വന്നിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ തന്നെ താഴെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് ഇടുക കേട്ടോ. ഞാനിതിങ്ങനെ തപ്പിയെടുക്കുകയാണ് ചെയ്തത്. പല വീഡിയോയിലായിട്ട് കിടക്കുന്നതിനെ കൊണ്ട് ഞാനിങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ കുറച്ച് മെസ്സേജൊക്കെ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വാട്സപ്പിലും അതേപോലെ ഇൻസ്റ്റയിലും ഒക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് ഇടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മെഷീൻ്റെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിന് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷീൻ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞാൽ ഓയിൽ ഇട്ടിട്ട് വെക്കുക കേട്ടോ. ഓയിൽ, അതായത് ഷട്ടിലാണ് നിർബന്ധമായിട്ടും ഓയിൽ ഇടേണ്ടത്. കാരണം സ്റ്റിച്ചിനെ എപ്പോഴും ഷട്ടിലിൽ ഓയിൽ ഇട്ടില്ലെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് എപ്പോഴും സ്റ്റിച്ചിനെ എഫക്റ്റ് ചെയ്യും. പകുതി പ്രശ്നങ്ങളും ഓയിലിട്ടാൽ കൂടെ നമുക്ക് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെഷീനിലെ എല്ലാ സ്ഥലത്തും അവിടെ കാണുന്ന ഹോളുകളിലൊക്കെ മെഷീനിൽ ഓയിലിടുക, ഷട്ടിൽ ഓയിലിടുക, എന്നിട്ട് പിന്നെ ഒരു റഫ് തുണി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് റെഡി ആക്കിയിട്ട് വെക്കുക കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാൻ മറക്കരുത്. ഓയിലിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയാൽ നമുക്ക് ഒരുപാട് കാലം ഈ മെഷീൻ ഓടിക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ഈ കിട്ടിയേക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് ഞാൻ പൊടി പിടിച്ച് കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഏകദേശം 20 വർഷം പഴക്കമുള്ളൊരു മെഷീനായിരുന്നു ഇത്. അതിനെ ഞാനിപ്പോഴും നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മെയിൻ കാരണം ഞാൻ ഓയിൽ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഡൗട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.